ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സിൻഡ്രല്ല എന്ന് പറഞ്ഞ കഥയുടെ ബാക്കി വായിക്കാൻ പോവാണ്. ഇതിന് മുമ്പത്തെ ഭാഗം വരെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും വീഡിയോസൊക്കെ എന്ന് വിചാരിക്കുന്നു. അത് കാണുക കേട്ടോ. അത് കാണാണ്ട് ഇത് കണ്ടിട്ട് കാര്യമില്ല, കാരണം മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും അത് പോയി കാണുക. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ദി ബോൾ. Cinderella went to the ball dressed in wonderful clothes. She rode in the red coach. 6 footmen waited on her. എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ സിൻഡ്രല്ല നൃത്തസദ്യക്ക് പോകാൻ പോവാണ്, നൃത്തവിരുന്നിന് പോകാൻ പോവുകയാണ്. പ്രിൻസ് ക്ഷണിച്ച നൃത്തവിരുന്നിന് പോകാൻ പോവാണല്ലേ. എങ്ങനെയാണ് പോകുന്നത്? നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. അതൊക്കെ ആരാ കൊടുത്തത്? ഗോഡ് മദർ ആണല്ലേ. ഒരു ഫെയറി ഗോഡ് മദറാണ് വന്ന് നമ്മുടെ സിൻഡ്രല്ലയ്ക്ക് നല്ല ഡ്രസ്സും പിന്നെ പോകാൻ ഒരു രഥവും ഒക്കെ കൊടുത്തത് അല്ലേ. ആ കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ. എന്താ? സിൻഡ്രല്ല വെന്റ് ടു ദി ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ്. ഷീ റോഡ് ഇൻ ദ റെഡ് കോച്ച്. റെഡ് കളർ രഥത്തിലാണ് പോയത്. 6 footmen വെയിറ്റഡ് ഓൺ ഹെർ. ഭടന്മാരുണ്ടായിരുന്നു 6 പേര്. ഇൻ ദി ബോൾ റൂം ഷീ ലുക്ക് ലൈക്ക് എ പ്രിൻസസ്. ഡാൻസിങ് റൂമിൽ ആ സിൻഡ്രല്ല ഒരു രാജകുമാരിയെ പോലെ തോന്നിച്ചിരുന്നു. Nothing was then heard but a confused noise. How beautiful she is! How beautiful she is! എല്ലാവരും അപ്പോൾ എന്താ ചെയ്യുക? ഇത്രയും ഭംഗിയുള്ള പെണ്ണിനെ കണ്ടാൽ എല്ലാവരും പറയുമല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ എന്ന് പറയുമല്ലേ. അപ്പോൾ ഈ പ്രിൻസസ് ആയിട്ട്, അതായത് രാജകുമാരിയെ പോലെ നമ്മുടെ സിൻഡ്രല്ല അകത്തേക്ക് കയറി ചെന്നപ്പോൾ വേറെ ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ആകെ എല്ലാവരും എത്ര ഭംഗിയാണ് ഇവൾ എന്ന് പറയുന്നത് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അത്ര ഭംഗിയായിട്ടാണ് സിൻഡ്രല്ല പോയിരുന്നത്. ദി പ്രിൻസ് നോട്ടീസ്ഡ് ഹെർ അറ്റ് വൺസ്. ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹെർ. നമ്മുടെ രാജകുമാരൻ, നമ്മുടെ പ്രിൻസ് ആണെങ്കിലോ ഇവളെ ഭയങ്കര ഇഷ്ടമായി. ഇവളെ നല്ലോണം ശ്രദ്ധിച്ചു. ഇവളുടെ കൂടെ മാത്രമേ ഡാൻസ് കളിച്ചുള്ളൂ നമ്മുടെ പ്രിൻസ്. ഹെർ സിസ്റ്റേഴ്സ് വർ നൗ ജലസ് ഓഫ് ഹെർ. നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ സിൻഡ്രല്ലയുടെ, അവരും വന്നിട്ടുണ്ടല്ലോ ഈ ഡാൻസ് പാർട്ടിക്ക്. അവർക്ക് ഈ സിൻഡ്രല്ലയോട് അസൂയ തോന്നി. ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല്ല. അവർക്ക് പക്ഷേ സിൻഡ്രല്ലയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ലേ. അത്രയ്ക്ക് രൂപമാറ്റമായിരുന്നു വന്നത്. ഷീ വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദി ടൈം. ദെൻ ദി ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. സിൻഡ്രല്ല ഡാൻസ് ചെയ്ത് സമയത്തെക്കുറിച്ച് മറന്നുപോയി. ഇവിടെ സമയത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഗോഡ് മദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 മണിക്കുള്ളിൽ തന്നെ നീ വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ പഴയതുപോലെ നിൻ്റെ അവസ്ഥ പഴയതുപോലെ ആവും, നിൻ്റെ നല്ല ഡ്രസ്സൊക്കെ പോയി വീണ്ടും പഴംതുണി തന്നെ ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ സിൻഡ്രല്ല എന്ത് ചെയ്തു? ടൈമിനെക്കുറിച്ച് മറന്നുപോയി. നോക്കുമ്പോൾ 12 മണിയായി അല്ലേ. 12 മണിക്ക് മുമ്പ് പോകണം എന്നാണ് പറഞ്ഞിരുന്നത്. സിൻഡ്രല്ല ഡാൻസ് ചെയ്യുന്നത് കാണാം അല്ലേ പ്രിൻസിൻ്റെ കൂടെ. ഷീ നൗ റിമെമ്പേർഡ് ദി വേർഡ്സ് ഓഫ് ദി ഫെയറി. 12 മണിയായി എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫെയറിയുടെ വാക്ക് സിൻഡ്രല്ല ഓർത്തു. ഷീ ബോട്ട് ടു ദി പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ലി ഔട്ട് ഓഫ് ദി ബോൾ റൂം. പിന്നെ സിൻഡ്രല്ല അവിടെ നിന്നില്ല. എന്ത് ചെയ്തു? പ്രിൻസിനെ ഒന്ന് വണങ്ങിയിട്ട് വേഗം ഓടി പുറത്തേക്ക് വന്നു, ഡാൻസ് പാർട്ടിയുടെ പുറത്തേക്ക് വന്നു. അറൈവിങ് ഹോം ഷീ റാൻ ടു സീക്ക് ഔട്ട് ഹെർ ഗോഡ് മദർ ടു ടെൽ എവറിത്തിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് അറ്റ് ദി ബോൾ. വേഗം വീട്ടിലെത്തിയിട്ട് നമ്മുടെ സിൻഡ്രല്ല എന്ത് ചെയ്തു? നമ്മുടെ ഗോഡ് മദറിനോട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിരുന്നു. She said that she heartily wished she could go to the ball the next day as well because the prince had invited her. കൂടെ നമ്മുടെ ഗോഡ് മദറിനോട് വിശേഷങ്ങളൊക്കെ പറയുന്നതിനോടൊപ്പം സിൻഡ്രല്ല എന്തും കൂടി പറഞ്ഞു? എനിക്ക് നാളെയും കൂടി ബോളിൽ പോകാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാ? ബിക്കോസ് ദി പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹെർ. അവളെ നാളെയും കൂടി ഡാൻസ് ചെയ്യാൻ പ്രിൻസ് ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ഹെർ 2 sisters knocked at the door. ഈ സമയത്ത് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വന്നു, വാതിലിലൊന്ന് കൊട്ടി. സിൻഡ്രല്ല റാൻ ആൻഡ് ഓപ്പൺ ദി ഡോർ. സിൻഡ്രല്ല ഓടിപ്പോയി വാതിൽ തുറന്നു കൊടുത്തു. യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം, ഷീ ക്രൈഡ്, ഗേപ്പിംഗ്, റബ്ബിംഗ് ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹെർ സെൽഫ് ആസ് ഇഫ് ഷീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. നമ്മുടെ സിൻഡ്രല്ല എന്ത് ചെയ്തു? സിൻഡ്രല്ല ഓടിച്ചെന്ന് വാതിൽ തുറന്നു. ബോൾ റൂമിൽ പോയി വന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? അല്ലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. അവരറിയാൻ പാടില്ല, സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അറിയാൻ പാടില്ല ഇങ്ങനെ സിൻഡ്രല്ല ഡാൻസ് ചെയ്യാൻ പോയ കാര്യം. അവർ വിചാരിക്കണം സിൻഡ്രല്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റ് വന്നതുപോലെ സിൻഡ്രല്ല എന്ത് ചെയ്തു? അഭിനയിച്ചു. കരഞ്ഞുകൊണ്ട് ഇങ്ങനെയും കൂടി പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം അവിടെ നിന്നല്ലേ എന്നിങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞു. അഭിനയിച്ചതാണ്. ഓക്കെ. ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദി ബോൾ സെഡ് വൺ ഓഫ് യുവർ സിസ്റ്റേഴ്സ് യു വുഡ് ഹാവ് നോട്ട് ബീൻ ടൈഡ് വിത്ത് ഇറ്റ്. ആ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിൽ ഒരാൾ പറഞ്ഞു,
നീ അവിടെ ഉണ്ടായിരുന്നെങ്കിലും നിനക്കതോർത്ത് ക്ഷീണിക്കേണ്ടി വരില്ലായിരുന്നു, നിനക്കവിടെ ഡാൻസ് ചെയ്ത് ക്ഷീണിക്കേണ്ടി വരില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് നോക്കാം. ദി ഫൈനസ്റ്റ് പ്രിൻസസ് വാസ് ദർ, ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദാറ്റ് മോർട്ടൽ ഐസ് ഹാവ് എവർ സീൻ. എന്തുകൊണ്ടാണ് നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഡാൻസ് ചെയ്ത് ക്ഷീണിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ആ സിസ്റ്റർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഭംഗിയുള്ള ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു അവിടെ, അല്ലേ? ആരാ? സിൻഡ്രല്ല തന്നെയാണ്. പക്ഷേ അത് ഇവർക്കറിയില്ല. സിൻഡ്രല്ല വേഷം മാറിയാണ് പോയതല്ലോ, അതുകൊണ്ട് ഇവർക്കറിയില്ല. പക്ഷേ ഇവർ പറഞ്ഞു ഏറ്റവും ഭംഗിയുള്ള ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു, മനുഷ്യരുടെ കണ്ണുകൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു സിൻഡ്രല്ലയോട്. സിൻഡ്രല്ല സീംഡ് വെരി ഇൻഡിഫറൻറ്റ് ടു വാട്ട് ദേ സെഡ്. സിൻഡ്രല്ല എന്ത് ചെയ്തു? വലിയ കാര്യമൊന്നും ആക്കി എടുത്തില്ല, മൈൻഡ് ചെയ്യാത്ത പോലെ നിന്നു. Indeed, she asked them the name of the princess, but they told her they did not know. എന്നാലും സിൻഡ്രല്ല തീർച്ചയായും പേര് ചോദിച്ചു, അല്ലേ? നമ്മൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ പേരൊന്ന് ചോദിക്കും. അതുപോലെ സിൻഡ്രല്ല സിസ്റ്റേഴ്സിനോട് ആ കുട്ടിയുടെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സിൻഡ്രല്ല സ്മൈലിംഗ് റിപ്ലൈഡ്, ഷീ മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ, കുഡ് നോട്ട് ഐ സീ ഹെർ. നമ്മുടെ സിൻഡ്രല്ല എന്ത് പറഞ്ഞു? ചിരിച്ചുകൊണ്ട് റിപ്ലൈ പറഞ്ഞു, തീർച്ചയായും അവൾ വളരെ സുന്ദരിയായിരിക്കണമല്ലോ, നിങ്ങളെന്ത് ലക്കിയാ, നിങ്ങൾക്ക് കാണാൻ പറ്റി. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ, നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റി. കുഡ് നോട്ട് ഐ സീ ഹെർ, എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, അത്രയും ഭംഗിയുള്ളൊരു കുട്ടിയെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സിൻഡ്രല്ല പറഞ്ഞു. സിൻഡ്രല്ല അഭിനയിക്കുവാണല്ലോ, നമ്മൾക്കറിയാം ആ കാര്യം. ഡിയർ സിസ്റ്റർ, ഡു ലെൻഡ് മീ യുവർ യെല്ലോ ഡ്രസ് വിച്ച് യു വിയർ എവറി ഡേയ്സ്. പിന്നെ സിൻഡ്രല്ല ഒരു കാര്യം കൂടി ചോദിച്ചു. സ്റ്റെപ്പ് സിസ്റ്ററോട് പറയാണ്, എനിക്ക് ദയവായി ആ യെല്ലോ ഡ്രസ്സ് ഒന്ന് കടം തരൂ എന്ന് ചോദിച്ചു. യെസ്, ടു ബി ഷുവർ, ക്രൈഡ് ഹെർ സിസ്റ്റർ. ലെൻഡ് മൈ ക്ലോത്ത്സ് ടു സച്ച് എ ഡർട്ടി സിൻഡർ വെഞ്ച് ആസ് യു ആർ. ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ. നമ്മുടെ സിൻഡ്രല്ല ആ ഡ്രസ്സൊന്ന് കടം തരാമോ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർ എന്താ പറഞ്ഞേ? ഞാനത്ര മണ്ടിയൊന്നുമല്ല നിന്നെപ്പോലെ ഒരു ജീവിക്ക് എൻ്റെ ഡ്രസ്സ് തരാൻ, അല്ലേ? നിന്നെപ്പോലെയുള്ള അഴുക്ക് പുരണ്ട ഒരു കുട്ടിക്ക് എൻ്റെ ഡ്രസ്സ് തരാൻ ഞാനൊരു മണ്ടിയൊന്നുമല്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ സിസ്റ്റർ പറഞ്ഞു. ദി എൻറ്റയർ ഫാമിലി ബേസ്റ്റ് ഇൻ ടു ലാഫർ. ഇത് കേട്ടപ്പോൾ ആ കുടുംബത്തിലുള്ള ആളുകൾ ആരൊക്കെയാ? ഈ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ചിരിക്കാൻ തുടങ്ങി, പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സിൻഡ്രല്ലേനെ കളിയാക്കുന്നത് ഇവരുടെ ഒരു വിനോദമാണല്ലോ, എന്ന് നമ്മൾക്കറിയാം. The next day, the two sisters were at the ball, and so was Cinderella, dressed even more magnificently than before. അടുത്ത ദിവസവും പ്രിൻസ് ബോളിലേക്ക് ക്ഷണിച്ചുവല്ലോ. അപ്പോൾ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് തീർച്ചയായും ഇവിടെ ഉണ്ടായി, സിൻഡ്രല്ലയും ഉണ്ടായി. സിൻഡ്രല്ല എങ്ങനെയായിരുന്നു? ഡ്രസ്ഡ് ഇവൻ മോർ മാഗ്നിഫിക്കൻ്റ്ലി, കൂടുതൽ ഭംഗിയായിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നതിനേക്കാട്ടിലും ഭയങ്കര അട്രാക്റ്റീവായിട്ടായിരുന്നു ഈ ദിവസം വന്നത്. The prince was always by her side and never ceased to give his compliments and kind words to her. നമ്മുടെ രാജകുമാരൻ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സിൻഡ്രല്ലയുടെ അരികിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ never ceased to give his compliment and kind words to her. അവളെ നല്ല പുകഴ്ത്തി പറയാനുള്ള ഒരു മടി കാണിച്ചില്ല, അല്ലേ? അത് അവസാനിപ്പിച്ചില്ല, പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു സിൻഡ്രല്ലയെ. സിൻഡ്രല്ല ഫോഗോട്ട് അബൌട്ട് ദി ടൈം. ഇതൊക്കെ കേട്ടപ്പോൾ സിൻഡ്രല്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം പ്രിൻസ് കൂടെ ഡാൻസ് കളിക്കുകയാണല്ലേ സിൻഡ്രല്ലയുടെ കൂടെ. സിൻഡ്രല്ല എന്ത് ചെയ്തു? സമയത്തെക്കുറിച്ച് മറന്നുപോയി. ഷീ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നോ ലേറ്റർ ദാൻ 11 വെൻ ഷീ കൗണ്ടഡ് ദി ക്ലോക്ക് സ്ട്രൈക്കിംഗ് 12. അവളുടെ മനസ്സിലെന്താ? ഇത്രയും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലേ, കുറേ കാര്യം എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം പോകുന്നത് അറിയാൻ പറ്റില്ല. അതുപോലെ സിൻഡ്രല്ലയും അറിഞ്ഞില്ല ടൈം പോയത്. 12 മണിയായപ്പോൾ സിൻഡ്രല്ല വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് 11 മണി പോലും ആയിട്ടുണ്ടാവില്ല എന്നാണ്. പക്ഷേ 12 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് എന്ത് കാര്യം അറിയാം? സിൻഡ്രല്ലക്ക് 12 മണിയായാലും സിൻഡ്രല്ലയുടെ പഴയ രൂപത്തിലേക്ക് മാറും. അത് നമ്മുടെ ഗോഡ് മദർ പറഞ്ഞിട്ടുള്ളതാണല്ലേ, അത് നമ്മൾക്കറിയാം, അല്ലേ? ഷീ ജംപ്ഡ് അപ്പ് ആൻഡ് ഫ്ലഡ് ആസ് നിംബിൾ ആസ് എ ഡിയർ. ഒരു മാനിനെ പോലെ വേഗത്തിൽ ഈ 12 മണി ആയി എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സിൻഡ്രല്ല ഓടി. ഇൻ ഹർ ഹറി ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹർ ഗ്ലാസ് ഷൂസ് ഇൻ ദി ബോൾ റൂം. ധൃതി പിടിച്ച് ഓടുവാണല്ലോ. അപ്പോൾ സിൻഡ്രല്ല എന്ത് ചെയ്തു? കാലിൽ നിന്നൊരു ഷൂസ് ഊരിപ്പോയി. സിൻഡ്രല്ലയുടെ കാലിൽ നിന്ന് ഒരു ഷൂസ്, വേറെ ഷൂസാണോ? ഗ്ലാസ് ഷൂസാണ്. നമ്മുടെ ഗോഡ് മദർ സിൻഡ്രല്ലയ്ക്ക് കൊടുത്തത് ഗ്ലാസ് ഷൂസ്, അത് ഒരെണ്ണം ഊരിപ്പോയി. ശ്രദ്ധിച്ചില്ല സിൻഡ്രല്ല ധൃതിയിൽ. ആസ് ഷീ റീച്ച്ഡ് ദി കോച്ച് ഷീ ഹേർഡ് ദി ലാസ്റ്റ് ഡിങ് ഡോങ്. രഥത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ലാസ്റ്റ് റിങ് കേട്ടു. എങ്ങനെയാ? 12 മണിയായപ്പോൾ. അതായത് സിൻഡ്രല്ലയെ കൊണ്ടുവന്ന ആ രഥമില്ലേ, രഥം എന്തായിരുന്നു? പംകിനായിരുന്നു, അല്ലേ? അത് പംകിനിലേക്ക് മാറും. പിന്നെ
ഫുട്മെൻ ആരായിരുന്നു? ലിസാർഡ്സ് ആയിരുന്നു. പിന്നെ ഹോഴ്സ് ഉണ്ടായിരുന്നില്ലേ, കുതിരകൾ, അതാരായിരുന്നു? എലിയായിരുന്നു അല്ലേ. ഇവർ പഴയ രൂപത്തിലേക്ക് മാറും. ഈ ഹോഴ്സ് എലിയായി മാറും, പിന്നെ കോച്ച് പംകിനായി മാറും, ഫുട്മെനൊക്കെ ലിസാർഡ്സ് പല്ലികളായി മാറും. ഈ ലാസ്റ്റ് റിങ് കേട്ടാൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. സഡൻലി ദി കോച്ച് ബിക്കേം എ പംകിൻ. കോച്ച് പഴയ രൂപത്തിലായ രഥം എന്തായി മാറി? പംകിനായി മാറി. ദി ഹോഴ്സ് ടേൺഡ് ഇൻടു മൈസ്. കുതിരകൾ എന്തായി മാറി? എലികളായി മാറി. ആൻഡ് ദി ഫുട്മെൻ ഇൻടു ഗ്രീൻ ലിസാർഡ്സ്. ഭടന്മാർ ഗ്രീൻ ലിസാർഡ്സുമായി മാറി. തീർന്നില്ലേ? ആരെങ്കിലും കണ്ടാൽ തീർന്നു. ഹെർ ക്ലോത്ത്സ് ബിക്കെയിം ദി ഓൾഡ് റാഗ്സ് അഗെയിൻ. സിൻഡ്രല്ല ഇപ്പോഴത്തെ വേഷത്തിൽ നിന്ന് ആ പഴയ പഴന്തുണി ധരിച്ചിരിക്കുന്ന വേഷം തന്നെയായി. ബട്ട് ദി വൺ ഷൂ ഓൺ ഹെർ ഫുട്ട് വാസ് അൺചേഞ്ച്ഡ്. അവളുടെ കാലിൽ കിടന്നിരുന്ന ഒരു ഷൂ ഇല്ലേ, ഒരു ഷൂ കളഞ്ഞു പോയി പ്രിൻസിൻ്റെ ബോൾ റൂമിൽ. വേറൊരു ഷൂ കാലിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് മാത്രം ചേഞ്ച് ആയില്ല, ഗ്ലാസ് ഷൂ ആയിട്ട് തന്നെ ഇരുന്നു. ഷീ റീച്ച്ഡ് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്, സോ ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് ഹെർ ഗോയിങ് ടു ദി ബോൾ. പക്ഷെ ഒരു കാര്യത്തിൽ സിൻഡ്രല്ല നല്ലത് ചെയ്തു. എന്താ? സിൻഡ്രല്ല വേഗം വീട്ടിലേക്ക് പോയി. സിസ്റ്റേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തിയത് കൊണ്ട് ആ സിസ്റ്റേഴ്സിന് മനസ്സിലായില്ല സിൻഡ്രല്ല ബോൾ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ല. ദി സെർച്ച്. അതിന് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ദി പ്രിൻസ് ബിക്കെയിം വെരി സാഡ് വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. സിൻഡ്രല്ല തിരിച്ചു പോയപ്പോൾ തുടങ്ങി നമ്മുടെ പ്രിൻസ് വളരെ സങ്കടത്തിലായിരുന്നു. എന്തുകൊണ്ടാണ്? സിൻഡ്രല്ല അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സിൻഡ്രല്ലയുടെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്തതാണല്ലേ. അപ്പോൾ സിൻഡ്രല്ലയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. His servants brought him the glass shoe that Cinderella had left in the room. അവിടെ ഉണ്ടായിരുന്ന സെർവൻ്റ്, ഈ പ്രിൻസിൻ്റെ സെർവൻ്റൊക്കെ എന്ത് ചെയ്തു? സിൻഡ്രല്ലയുടെ കാലിൽ നിന്ന് ഊരിപ്പോയ ഒരു ഗ്ലാസ് ഷൂ ഇല്ലേ, അത് കണ്ടുപിടിച്ചു. ആർക്ക് കൊടുത്തു? എന്നിട്ട് പ്രിൻസിന് കൊണ്ടുവന്ന് കൊടുത്തു. ഇത് സിൻഡ്രല്ലയുടെ ഷൂ ആണെന്ന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. He wanted to find out the beautiful girl who had danced with him. ഇത് കണ്ടപ്പോൾ നമ്മുടെ പ്രിൻസിന് ആഗ്രഹം തോന്നി, ആ മനോഹരിയായിട്ടുള്ള ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം എന്ന്. The next day, he sent messengers to announce that the prince would visit every home to find out the lady. അടുത്ത ദിവസം തന്നെ നമ്മുടെ പ്രിൻസ് എന്ത് ചെയ്തു? ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. എന്താണ്? ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും നമ്മുടെ പ്രിൻസ് വിസിറ്റ് ചെയ്യും എന്ന് ഒരു അഭ്യർത്ഥന നടത്തി, ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദി ലേഡീസ്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എല്ലാ പെൺകുട്ടികളും ഭയങ്കര സന്തോഷവതികളായി. എന്തുകൊണ്ടാണ്? എല്ലാവരുടെയും വീട്ടിൽ പ്രിൻസ് വരും. ഇനി ഞാനാണ്, അതായത് ഓരോ പെൺകുട്ടികളും വിചാരിക്കും ഞാനാണ് ആ ലേഡി എന്ന് വിചാരിച്ച് പ്രിൻസ് കൊണ്ടുപോകും എന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും എല്ലാവരും. The two step sisters were very glad because they had pretty feet. നമ്മുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിലെ സിൻഡ്രല്ലയുടെ അവർ ഭയങ്കര സന്തോഷവതികളായിരുന്നു ഈ ന്യൂസ് കേട്ടപ്പോൾ. എന്തുകൊണ്ടാണ്? അവർക്ക് നല്ല മനോഹരമായിട്ടുള്ള പാദങ്ങളുണ്ട്. ആ പാദങ്ങളിൽ ആ ഷൂസ് ഇട്ട് നോക്കും. അപ്പോൾ പ്രിൻസിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്രിൻസ് കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. They put on their best clothes and waited for the prince. അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പ്രിൻസിന് വേണ്ടി കാത്തിരുന്നു. ബട്ട് സിൻഡ്രല്ല ഡിഡ്ന്റ് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. പാവം നമ്മുടെ സിൻഡ്രല്ലയ്ക്കോ നല്ല വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. The prince visited every house. He invited girls to try on the shoe Cinderella had left in the ballroom. പ്രിൻസ് എന്ത് ചെയ്തു? എല്ലാ വീടും ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു. എന്തിനാ? എന്നിട്ട് എന്ത് ചെയ്തു? ഓരോ വീട്ടിലുള്ള പെൺകുട്ടികളെയും വിളിച്ച് ഈ ഷൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. കറക്റ്റ് പാകമുള്ള ആളായിരിക്കും ആ ഗേൾ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ദി ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. എല്ലാ പെൺകുട്ടികളും ട്രൈ ചെയ്ത് നോക്കി ആ ഷൂ, പക്ഷേ ആർക്കും അത് കറക്റ്റ്ലി ഫിറ്റ് ആയില്ല. ഫൈനലി ദി പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്. ദി എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ വെന്റ് ടു ഹെർ റൂം ടു ട്രൈ ഓൺ ദി ഷൂ ആൻഡ് ഹെർ മദർ സ്റ്റുഡ് ബൈ. എല്ലാവരുടെയും വീട്ടിൽ കയറി ഇറങ്ങി അവസാനം നമ്മുടെ പ്രിൻസ് സിൻഡ്രല്ലയുടെ വീട്ടിൽ വന്നു. സിൻഡ്രല്ലയുടെ വീട്ടിൽ 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് കാത്തിരിക്കുമായിരിക്കും പ്രിൻസിന്. അതിൽ മൂത്ത കുട്ടി എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ എന്ത് ചെയ്തു? ഈ ഷൂ ട്രൈ ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് പോയി. കൂടെ നമ്മുടെ സ്റ്റെപ്പ് മദറും പോയി. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടോയ് ഇൻ ടു ഇറ്റ് ഫോർ ദി ഷൂ വാസ് ടു സ്മോൾ. ഈ സിസ്റ്റർ എന്തിനു പോയതാ? ഷൂ ട്രൈ ചെയ്ത് നോക്കാൻ റൂമിലേക്ക് പോയതാ. പക്ഷെ എന്താ സംഭവിച്ചത്? She could not get her big toy into it. എന്താ? നമ്മുടെ തള്ളവിരൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ കഴിഞ്ഞില്ല, അത്രയ്ക്ക് ചെറിയ ഷൂ ആയിരുന്നു. Then her mother handed her a knife and said, "Cut the toe off, for when you are a queen, you will never have to go on foot."
ഇത് കണ്ടപ്പോൾ എന്താ ഒരു വിരൽ കയറാതിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് മദർ എന്താ പറഞ്ഞതെന്നറിയോ? നീ ആ വിരൽ മുറിച്ച് കളയൂ. അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാത്ത വിരൽ മുറിച്ച് കളയാനാണ് പറഞ്ഞത്. എന്തൊരു അത്യാഗ്രഹമാണല്ലേ ഇവർക്ക്. അവർ മുറിച്ച് കളയാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഫോർ വെൻ യു ആർ എ ക്വീൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുഡ്. നീ ഒരു രാജ്ഞിയായി കഴിഞ്ഞാൽ, നീ എങ്ങാനും ഒരു രാജ്ഞിയായി കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും നടക്കേണ്ടി വരില്ല. നിനക്ക് എപ്പോഴും രഥമൊക്കെ ഉണ്ടാവും, എല്ലാവരും കൊണ്ടുപോകാൻ വേണ്ടി രഥമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ ദി ഗേൾ കട്ട് ഓഫ് ഹെർ ടോയ് സ്ക്വീസ്ഡ് ഹെർ ഫുഡ് ഇൻ ടു ദി ഷൂ. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഈ ഗേൾ അതനുസരിച്ച് ഒരു വിരൽ മുറിച്ച് കളഞ്ഞു. എന്നിട്ട് തിരികെ കയറ്റി വെച്ചു. ആ ഷൂവിലേക്ക് പാകമുള്ളതുപോലെ കാലിങ്ങനെ കയറ്റി വെച്ചു. ഷീ കൺസീൽഡ് ഹെർ പെയിൻ ആൻഡ് വെൻറ്റ് ഡൗൺ ടു ദി പ്രിൻസ്. അവളുടെ വേദന സഹിച്ചുകൊണ്ട് പ്രിൻസിൻ്റെ അടുത്തേക്ക് പോയി. ദി പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ ഷൂ ആൻഡ് സോ ബ്ലഡ് ഫ്ലോയിങ് അണ്ടർ ഇറ്റ്. നമ്മുടെ രാജകുമാരൻ എന്ത് ചെയ്തു? ഷൂവിലേക്ക് നോക്കി, പാകമാണോ എന്ന് നോക്കി. നീ പെൺകുട്ടിയാണോ ഇന്നലെ ഡാൻസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ഷൂവിലേക്ക് നോക്കി. നോക്കുമ്പോൾ ആ ബ്ലഡ് കണ്ടു. അപ്പോൾ മനസ്സിലായി കാര്യം അല്ലേ, മുറിച്ച് കളഞ്ഞതാണ് എന്ന് മനസ്സിലായി. നോട്ട് ദി റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. പ്രിൻസ് പറഞ്ഞു, ഇതല്ല ബ്രൈഡ്, ഇതല്ല എന്ന് പറഞ്ഞു. ദി പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. പ്രിൻസ് ദേഷ്യത്തിലാണ് പറഞ്ഞത്, കാരണം ഒരു കള്ളത്തരം കൂടി കാണിച്ചു അല്ലേ. Then the other sister tried the shoe. She went into her room to do so and got her toys comfortably in, but her heel was too large. രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ മൂത്ത കുട്ടി ചെന്നിട്ട് ഇതുപോലെ ചെയ്തു. ഒരു വിരൽ മുറിച്ച് കളഞ്ഞ് തിരികേക്ക് വെച്ചു. പക്ഷെ അത് ഒന്നും നടന്നില്ല അല്ലേ, പ്രിൻസിന് ഇഷ്ടപ്പെട്ടില്ല. ഇളയ കുട്ടിയുണ്ടല്ലോ, ആ സിസ്റ്റർ എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ റൂമിലേക്ക് പോയി. അവൾക്ക് വിരലുകളൊക്കെ ഷൂവിലേക്ക് കയറ്റാൻ പറ്റി. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീല്, അതായത് ഉപ്പൂറ്റി വളരെ വലുതായിരുന്നു. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? മറ്റേ കുട്ടിയോട് പറഞ്ഞതുപോലെ തന്നെ കാല് മുറിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഉപ്പൂറ്റി മുറിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. Then her mother handed her the knife saying, cut a piece of your heel. When you are the queen you will never have to go on foot. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അമ്മ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞു, നിൻ്റെ ഹീല് കുറച്ച് മുറിച്ച് കളയും. മറ്റേ ഡയലോഗ് തന്നെ പറഞ്ഞു, മൂത്ത കുട്ടിയോട് പറഞ്ഞ ഡയലോഗ് തന്നെ പറഞ്ഞു, നീ ഒരു രാജ്ഞിയായി കഴിഞ്ഞാൽ നിനക്കൊരിക്കലും നടക്കേണ്ടി വരില്ല എന്ന്. സോ ദി ഗേൾ കട്ട് ഓഫ് എ പീസ് ഓഫ് ഹെർ ഹീൽ ആൻഡ് ത്രസ്റ്റ് ഹെർ ഫുട്ട് ഇൻ ടു ദി ഷൂ. എന്ത് ചെയ്തു? ഹീല് കട്ട് ചെയ്തു. അമ്മയനുസരിച്ച് ഹീല് കട്ട് ചെയ്തിട്ട് ഷൂവിലേക്ക് കയറ്റി വെച്ചു. ദി പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ ഫീറ്റ് ആൻഡ് ബിക്കേം മോർ ആംഗ്രി ആൻഡ് ഷൗട്ടഡ്, ദർ ഈസ് ബ്ലഡ് ഓൺ യുവർ ഷൂ, ദി ഷൂ ഈസ് ടു സ്മോൾ, നോട്ട് ദി റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. പ്രിൻസിനെ വീണ്ടും കാര്യം മനസ്സിലായി. പ്രിൻസ് വീണ്ടും ഷൗട്ട് ചെയ്തു, ഉച്ചെടുത്ത് ദേഷ്യത്തിൽ പറഞ്ഞു, നിൻ്റെ കാലിൽ ബ്ലഡ് ഉണ്ട്, ഇത് ശരിക്കും ചെറിയ ഷൂ ആണ്, നീ ശരിയായ ഒരു ബ്രൈഡല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ സിൻഡ്രല്ലയും കൂടി ബാക്കിയുണ്ടല്ലോ, നമുക്ക് നോക്കാം. Then Cinderella came forward and said, let me try it. സിൻഡ്രല്ല മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. Her sisters laughed at her. Clear out of here. How dare you come here in this dirty rags, you ugly creature. നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന് ഇഷ്ടപ്പെടോ? ഇല്ല. സിൻഡ്രല്ല ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോൾ സിസ്റ്റേഴ്സ് എന്ത് ചെയ്തു? അവളെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? ഇവിടുന്ന് പോകൂ, നിനക്ക് എന്ത് ധൈര്യമാണ് ഈ പഴന്തുണിയുമായിട്ട് നമ്മുടെ രാജകുമാരൻ്റെ മുമ്പിൽ വരാൻ? യു അഗ്ലി ക്രിയേച്ചർ. അഗ്ലി ക്രിയേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ജന്തു, വൃത്തിയായിട്ട് ജന്തു എന്നൊക്കെ പറയില്ലേ, വളരെ മോശമായിട്ട്, അതാണ്. They said, but the prince asked her to try the shoe. പക്ഷേ നമ്മുടെ പ്രിൻസ് പറഞ്ഞു, ട്രൈ ചെയ്യാൻ പറഞ്ഞു. I have seen you somewhere, but I cannot remember where, he said. പ്രിൻസ് പിന്നെ പറഞ്ഞു, ട്രൈ ചെയ്യൂ, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് എവിടെയാണെന്ന് ഓർക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങാനും ഇനി ഇന്നലത്തെ ആ പെൺകുട്ടി ആയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. Cinderella put her left foot into the shoe and it fitted perfectly. സിൻഡ്രല്ല അതൊന്ന് ട്രൈ ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കയറി, കറക്റ്റായിരുന്നു ആ കാലിന് ആ ഷൂസ്. Everybody was astonished. She then pulled out the other shoe from her pocket and put it on her right foot. എല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. സിൻഡ്രല്ലയായിരുന്നു ഇന്നലത്തെ പെൺകുട്ടി എന്നോർത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നിട്ട് സിൻഡ്രല്ല എന്ത് ചെയ്തു? ഒരു ഷൂവും കൂടി ഇല്ലേ, ഒരു ഷൂ മാത്രമല്ലേ അവിടെ ബോൾ റൂമിൽ ലെഫ്റ്റ് ചെയ്ത് പോയുള്ളൂ, ഒരു ഷൂ കയ്യിലുണ്ട്. ആ ഷൂ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തെ കാലിലും കൂടി ഇട്ടു. Just then the fairy appeared and touched her with her magic band. അപ്പോൾ തന്നെ നമ്മുടെ ഫെയറി ഗോഡ് മദർ വന്ന് അവളെ മാന്ത്രിക വടി കൊണ്ട് ഒന്ന് തൊട്ടു.
In a moment, her rags changed into clothes of silk and gold. The prince danced with joy. ആ നിമിഷ നേരം കൊണ്ട് അവളുടെ പഴന്തുണികൾ എന്തായി മാറി? കഴിഞ്ഞ ദിവസത്തെ പോലെ ഗോൾഡും സിൽവറും കൊണ്ടുള്ള വസ്ത്രങ്ങളായി മാറി. അപ്പോൾ പ്രിൻസിന് മനസ്സിലായി ഇന്നലത്തെ പെൺകുട്ടി തന്നെയാണെന്ന്. പ്രിൻസ് എന്ത് ചെയ്തു? സന്തോഷത്തോടുകൂടി ഡാൻസ് ചെയ്തു. ആൻഡ് ക്രൈഡ്, ദിസ് ഈസ് ദി റൈറ്റ് ബ്രൈഡ്. ഇതാണ് ശരിയായ ആ പെൺകുട്ടി എന്ന് പറഞ്ഞു. ദി ഷൂസ് ആർ ഫിറ്റ് ഫോർ ഹർ. ഷീ ഈസ് ദി റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ. He said to Cinderella, "You are the most beautiful girl in the country. I will make you my bride." നമ്മുടെ പ്രിൻസ് എന്ത് പറഞ്ഞു? നീയാണ് ഈ രാജ്യത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. I will make you my bride. The prince married and took her to the palace. Cinderella pardoned her sisters and took them to the palace. They lived there happily thereafter. എന്ത് ചെയ്തു? പ്രിൻസ് നമ്മുടെ സിൻഡ്രല്ലയെ മാരി ചെയ്ത് പാലസിലേക്ക് കൊണ്ടുപോയി. പക്ഷെ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരോട് സിൻഡ്രല്ല എന്ത് ചെയ്തു? ക്ഷമിച്ചു. പാഡൻഡ്, അതായത് ക്ഷമിച്ചു. അവർ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ചു. എന്നിട്ട് അവരെയും കൂടി പാലസിലേക്ക് കൊണ്ടുപോയി. അവരവിടെ സന്തോഷമായിട്ട് ജീവിച്ചു. ഇത്രയുള്ള സ്റ്റോറി വളരെ നല്ല സ്റ്റോറിയാണല്ലേ. അപ്പോൾ എല്ലാവരും ആദ്യം തുടങ്ങി ഈ സ്റ്റോറി വായിച്ച് നോക്കാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ബാക്കിയുള്ളത് നമ്മൾക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ്. 9th question ആണ്. 8th question വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വായിച്ചതാണ്. Had Cinderella appeared in her old clothes, how would the prince have treated her? സിൻഡ്രല്ല അവളുടെ പഴന്തുണിയൊക്കെ ആയിട്ടാണ് പ്രിൻസിൻ്റെ മുമ്പിൽ വന്നിരുന്നതെങ്കിൽ, അതായത് ഡാൻസ് ചെയ്യാൻ വേണ്ടി പ്രിൻസിൻ്റെ ബോളിലേക്ക് വന്നിരുന്നതെങ്കിൽ പ്രിൻസ് എങ്ങനെയായിരിക്കും അവളോട് പെരുമാറിയിട്ടുണ്ടാവുക? If Cinderella appeared in her old clothes, the prince wouldn't have danced with her. അവളെങ്ങാനും പഴന്തുണിയൊക്കെ ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നെങ്കിൽ പ്രിൻസ് അവളൊന്നും ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു അല്ലേ, അവളുടെ കൂടെ ഡാൻസ് ചെയ്യില്ലായിരുന്നു. അതാണ് ഇപ്പോൾ ആൻസർ. ഇനി വൈ ഡിഡ് സിൻഡ്രല്ല പ്രിറ്റൻഡ് ടു ബി അസ്ലീപ്? നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഡാൻസ് പാർട്ടിയിൽ നിന്ന് വന്നപ്പോൾ സിൻഡ്രല്ല എന്തുകൊണ്ടാണ് ഉറക്കം നടിച്ചത്? എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണല്ലേ. സിൻഡ്രല്ല ബോൾ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് സിൻഡ്രല്ല വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്തെഴുതു? ബിക്കോസ് സിൻഡ്രല്ല വാണ്ടഡ് ടു ഷോ ദി സിസ്റ്റേഴ്സ് ദാറ്റ് ഷീ വാസ് അറ്റ് ഹോം. വീട്ടിലുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സിൻഡ്രല്ല forgot the words of her fairy godmother on the second day. What may be the reason? ആദ്യത്തെ ദിവസം ബോൾ റൂമിൽ ഡാൻസ് ചെയ്യാൻ പോയി. രണ്ടാമത്തെ ദിവസവും സിൻഡ്രല്ല പോയി. പക്ഷെ രണ്ടാമത്തെ ദിവസം സിൻഡ്രല്ല സമയത്തെക്കുറിച്ച് മറന്നുപോയി. എന്തുകൊണ്ടാണ്? പ്രിൻസുമായി ഡാൻസിൽ മുഴുകിയിരുന്നത് കൊണ്ടാണല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? Cinderella was really enjoying the party because the prince was always by her side. രാജകുമാരൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സിൻഡ്രല്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. സോ ഷീ forgot about the time. അതുകൊണ്ട് സമയത്തെക്കുറിച്ച് മറന്നുപോയി. എല്ലാവരും അങ്ങനെയാണല്ലേ, സിൻഡ്രല്ല മാത്രമല്ല. ഇനി this news excited the ladies. What is the news referred to? ഈ വാർത്ത പെൺകുട്ടികളെയൊക്കെ അതിശയിപ്പിച്ചു. എന്തായിരുന്നു ആ വാർത്ത? പ്രിൻസ് എല്ലാവരുടെയും വീട് വിസിറ്റ് ചെയ്യും എന്നുള്ളതല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? The news was that the prince would visit every home to find out the lady who owns the glass shoe. ഇനി pick out the sentences which show that the stepmother and her daughters were greedy and overambitious. എന്താ ഗ്രീഡി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമുള്ളത്, അതിരുകടന്ന പ്രവൃത്തികൾ പോലും ചെയ്യാൻ മടിക്കാത്ത ആളുകളായിരുന്നു ഈ സ്റ്റെപ്പ് മദറും അവരുടെ മക്കളും എന്ന് കാണിക്കാൻ ഉള്ള സെൻറ്റൻസ് ഒന്ന് എടുത്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സെൻറ്റൻസാണ് ഏറ്റവും നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്? ആ വിരലൊക്കെ മുറിച്ച് കളഞ്ഞ ആ സെൻറ്റൻസ് അല്ലേ. അതപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. Her mother handed her a knife and said, "Cut the toy off, for when you are a queen, you will never have to go on foot." So the girl cut off her toy and squeezed her foot into the shoe. ഇത് ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന കേട്ടോ. അതെഴുതിയാൽ മതി. സെൻറ്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്, പിക്ക് ഔട്ട് സെൻറ്റൻസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെഴുതിയാൽ മതി. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ അടുത്ത സിസ്റ്ററിൻ്റെ ഉപ്പൂറ്റി മുറിച്ച് കളഞ്ഞില്ല, അതായത് ഹീല് മുറിച്ച് കളഞ്ഞില്ല, അതും എഴുതാം കേട്ടോ. Cinderella pardoned her sisters and took them to the palace. What quality of Cinderella is revealed here? സിൻഡ്രല്ല അവസാനം ഈ സിസ്റ്റേഴ്സിനോട് ക്ഷമിച്ച് അവരെയും കൂടി പാലസിലേക്ക് കൊണ്ടുപോയി. സിൻഡ്രല്ലയുടെ എന്ത് ക്വാളിറ്റിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്? സിൻഡ്രല്ലയുടെ കൈൻഡ് ഹേർട്ടഡ്നെസ് ആണല്ലേ കാണാൻ പറ്റുന്നത്. പിന്നെ സിമ്പതി അത് എഴുതിയാൽ മതി. സിൻഡ്രല്ലാസ് കൈൻഡ് ഹേർട്ടഡ്നെസ് ആൻഡ് സിമ്പതി റിവീൽഡ് ഹിയർ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു.
ഇനി ആക്ടിവിറ്റീസും കൂടിയുള്ളൂ. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.